ഏയ് എവരിവൺ, ഇന്നത്തെ റമദാൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുന്തിരിയും പാലുമാണ് എല്ലാം തുടക്കം തന്നെ കാണിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരി ജ്യൂസും നമ്മൾ ഇന്നൊരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുന്തിരി ജ്യൂസ് പൊതുവേ എന്തായാലും നോമ്പിലുള്ള അത് ഈ ഒരു പായസം കണ്ടോ, ഇത് ഡബിൾ ഓസിന്റെ അടപ്പായസമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്റെ ഫേവറേറ്റ് ആണ്. ഇക്കാൾക്ക് അതിലും ഫേവറേറ്റ് ആണ്. ഇക്ക അടപ്പായസം മാത്രമേ കുടിക്കുള്ളൂ. അപ്പൊ ഇത് വെക്കാൻ കാര്യം വേറെ ഒന്നുമല്ല, നോമ്പിന് അങ്ങനെ പായസം ഉണ്ടാക്കല്ലോ. ഇപ്പൊ ഉണ്ടാക്കാൻ കാര്യം ഇച്ചാപ്പി റീൽസിൽ കണ്ട് സേമിയ പായസം വേണമെന്ന് പറഞ്ഞു. സേമിയ പായസം എന്തായാലും പുള്ളി കുടിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അടപ്പായസം ആകുമ്പോൾ എന്തെങ്കിലും ഇച്ചിരി കുടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അടപ്പായസം ഉണ്ടാക്കിയത്. സേമിയ പായസം കാണുന്ന ഒരു ത്രില്ലിൽ പറയുന്നതാണ്. അങ്ങനെ ഇച്ചാപ്പിക്ക് വേണ്ടിയാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. ഈ നട്ട്സ് ഒന്നും ഞാൻ താളിച്ചിടാത്തതാണ് കേട്ടോ. പായസത്തിൽ താളിച്ചിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചാപ്പി എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് പറഞ്ഞു ഇച്ചാപ്പിയുടെ നട്ട്സ് ആണ്, അതുകൊണ്ട് തന്നിട്ട് മമ്മ ഇതും കൂടി പായസത്തിൽ ഇടണേന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ കുഞ്ഞാപ്പിയാണെങ്കിൽ 2-3 സ്പൂണേ കുടിച്ചുള്ളൂ. അത് കഴിഞ്ഞ് മമ്മ മതി കേട്ടോ, നല്ല പായസ പക്ഷെ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളിക്ക് ഒന്ന് ആഗ്രഹം തീർത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ അടിപൊളി പായസമാണ് കേട്ടോ, ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു അടപ്പായസത്തിന് അമീറായ അജ്മലും ഭയങ്കര ഫാൻസ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് മുന്തിരി ജ്യൂസാണ് തിളപ്പിച്ച് വെച്ചിരുന്നത്. തലേന്നാണ് അടിച്ചു വെക്കാറ്, പക്ഷെ ഇത് പറ്റാത്തതുകൊണ്ട് നമ്മൾ തിളപ്പിച്ച് അങ്ങ് അടിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ.